എങ്ങനെ സ്പ്ലെൻഡറിൽ ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ടല്ല അതെ 2.5 ഇഞ്ചിന് നല്ല ക്ലീൻ ഫിനിഷ് സ്പീഡർ കേബിളോടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും നമ്മുടെ സ്പീഡോമീറ്റർ കേബിളും മാച്ച് ആവുന്നില്ല. വലിയ ഡൗട്ടാണ് ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം hey guys, Vishwa, you are watching TV Motomotives YouTube channel. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെ സ്പ്ലെൻഡറിൽ ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഓൾറെഡി നമ്മൾ പലവട്ടം ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. സ്പെഷ്യലാണ് നമ്മൾ ഇത്ര നാൾ ചെയ്ത പോലത്തെ ഹൈറ്റ് നെറ്റ് അല്ല, അതെ 2.5 ഇഞ്ചിന് നല്ല ക്ലീൻ ഫിനിഷ് സാധനം നമ്മൾ പുത്തനായിട്ട് ഇറക്കിയിട്ടുണ്ട്. വിത്ത് മേളത്തെ സ്റ്റെപ്പ് ഇൻക്ലൂഡിങ് എല്ലാവരും പറഞ്ഞായിരുന്നു സ്റ്റെപ്പ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതേ നമ്മൾ കുറേ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു, എല്ലാം പോരായ്മ എല്ലാം പരിഹരിച്ചാണ് നമ്മൾ ഹൈറ്റ് നെറ്റ് കൊണ്ടുവന്നത്. ഇതെങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. സോ ഗൈസ് നമ്മൾ ഫ്രണ്ട് മുഴുവൻ അഴിച്ചിറക്കിയിട്ടുണ്ട്. ഇതായി മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ആക്ച്വലി ഇത്ര അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റമ്പ് നിർത്തി താത്ത തന്നെ മതിയാവും. എനിക്കിപ്പോൾ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മാറേണ്ട ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര അഴിച്ചിറക്കിയത്. അപ്പോൾ അടുത്തവരായിട്ട് നമ്മൾ സ്റ്റമ്പിലോട്ട് ഇനി ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, തിരിച്ച് ബാക്കിയെല്ലാം കയറ്റുക. പിന്നെ ഇനി കോൺസെപ്റ്റ് മാറാനുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല കാരണം അത് മെക്കാനിക്കൽ പ്രോസസ്സാണ്, നമ്മൾ ജസ്റ്റ് ചെയ്ത് വിടുന്നുണ്ടെന്ന് എഴുതപ്പെടുത്തും. സോ അതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടെല്ലാം കയറി കഴിഞ്ഞ് ഹൈറ്റ് നെറ്റിൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഗൈസ്, അപ്പം ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഹൈറ്റ് നെറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതാണ് നമ്മുടെ ഈ പറയുക ഓയിൽ സീൽ റിങ് ഇടുക എന്നുള്ളത്. സംഭവം നമ്മുടെ ഈ ഹൈറ്റ് നെറ്റിൽ ഓയിൽ സീൽ റിങ് ഇടാനുള്ള സ്റ്റെപ്പ് ഉൾപ്പെടെ സെറ്റ് ചെയ്താണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ പഴയ ആ ഒരു ഹൈറ്റ് നെറ്റിന് ആ സ്ഥാനത്തിരുന്ന ഒരു നട്ടിൽ നിന്ന് അത് അഴിച്ച് ഇതിലിട്ടാലും മതി, ഇല്ലെങ്കിൽ ഇത് മേടിക്കാൻ കിട്ടും. വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരു 5 രൂപ വെച്ച് ആ റേഞ്ച് വരത്തുള്ളൂ. ഇതുപോലെ ഇറങ്ങി കയറ്റിയിടുവാണെങ്കിൽ മേളിലേക്കുള്ള ഓയിൽ ലീക്ക് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ള ഈസി പരിപാടിയുണ്ട്. ജസ്റ്റ് ആ സ്റ്റമ്പിലോട്ട് മേലോട്ട് വെക്കുക, സാധാരണ ത്രെഡ് ചെയ്യുക, അതേ ഉള്ളൂ പരിപാടി. വേറെ എന്നാ പറയണ്ട വള്ളി കേസോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റായിട്ട് സാധനം സെറ്റ് ആയിക്കോളും. അതിനകത്ത് നമുക്കൊന്നും നോക്കാനും ഇല്ല. ഇതുപോലെ 2 സ്റ്റമ്പിൽ ചെയ്ത ശേഷം നമ്മൾ നേരെ വണ്ടി കയറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് ഫുള്ള് ത്രെഡ് ചെയ്ത് കയറ്റി വണ്ടി ആക്ച്വലി ഇത് ഡേ 2 ആണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സെറ്റ് ചെയ്യുന്നതിൽ. സംഭവം ഫ്രണ്ട് ഹൈറ്റ് നെറ്റ് കയറ്റിയത് നിങ്ങൾ കണ്ടല്ലോ, ഇച്ചിരി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് അതിന് ബാക്കി എടുക്കാതെ ഹൈറ്റ് നെറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷൻ മൊത്തം കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ സെക്ഷൻ മുഴുവൻ പഴയ കഴിഞ്ഞു ആക്ച്വലി. പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൈറ്റ് നെറ്റ് കയറ്റുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും എന്നാ പറയുന്നത് നമ്മുടെ ആക്സിലേറ്റർ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും നമ്മുടെ സ്പീഡോമീറ്റർ കേബിളും മാച്ച് ആവുന്നില്ല. വലിഞ്ഞാണ് നിൽക്കുന്നത്. മാച്ച് ആകും പക്ഷേ വലിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ സൊല്യൂഷനാണ് ഇത് ഈ കാണുന്ന സാധനം.
കണ്ടല്ലോ. ഇത് വന്നിട്ട് നമ്മുടെ എന്നാ പറയുക ഓൾഡ് മോഡൽ ആക്റ്റീവയുടെ സ്പീഡോമീറ്റർ കേബിളും ഇത് വന്നിട്ട് ഓൾഡ് മോഡൽ ആക്റ്റീവയുടെ ബ്രേക്കിൻ്റെ കേബിളും. ഈ 2 സാധനം യൂസ് ചെയ്താൽ മതി. ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് സൊല്യൂഷൻ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 സാധനം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് ബ്രേക്കിൻ്റെ കേബിളും സ്റ്റോക്ക് സ്പീഡോമീറ്റർ കേബിളും മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ ഓൾഡ് മോഡൽ ആക്റ്റീവയുടെ ഈ 2 സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം അതാണ് നമ്മുടെ ഹൈറ്റ് നട്ട് ചെയ്യുന്നതിനകത്തുള്ള ചെറിയൊരു ഓൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതോടെ സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹൈറ്റ് നെറ്റിൻ്റെ കൂടെ എല്ലാവരും ചെയ്യേണ്ട വേറൊരു ഓൾട്രേഷനാണ് ഈ ഒരു എന്നാ പറയണ്ടേ സ്റ്റാൻഡ് വന്നിട്ട്. ഇത് വന്ന് യമഹ ലിബ്രോയുടെ സ്റ്റാൻഡാണ്. അപ്പം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുകൂടെ യൂസ് ചെയ്താൽ നിങ്ങൾ എന്നാ പറയണ്ടേ എന്നാ പറയണ്ട എന്നാലും ഹൈറ്റ് നമുക്ക് ബാലൻസ് ആകത്തുള്ളൂ. നമുക്ക് യൂസ് ചെയ്യുന്ന എന്നാ പറയണ്ടേ വണ്ടി ഓവറായിട്ട് ചരിഞ്ഞിരിക്കത്തില്ല, ലീൻ ആംഗിൾ കൂടത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ സ്റ്റാൻഡ് കൂടെ ഇത് മാറുവാണെങ്കിൽ ഡയറക്റ്റ് സൂട്ടാണ് കേട്ടോ. സ്റ്റാൻഡൂടെ മാറുവാണെങ്കിൽ നിങ്ങൾ ഹൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സോ ഗൈസ്, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഹൈറ്റ് നെറ്റ് വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റിയുള്ള ബ്രീഫായിട്ട് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ 2-3 വട്ടമായിട്ട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഈ ഹൈറ്റ് നെറ്റ് വേണ്ടവർ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ എന്നാ പറയണ്ടേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് നമ്മളിൽ അവൈലബിൾ ആണ്. ഷിപ്പിംഗ് ഉൾപ്പെടെ നല്ലൊരു എമൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാനത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം അതത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെരി വിശ്വാസം ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.